ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു തീർപ്പെന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഉവ്വ. സത്യം പറഞ്ഞാൽ ഒക്ടോബർ 7 ആ ഹമാസ് ഇസ്രായേലിലേക്ക് ഒരു യുദ്ധം പുറപ്പെടുവിച്ചു. ഉവ്വ. അന്ന് ഏകദേശം 1250 ആൾക്കാർ മരിക്കുകയും ഉവ്വ. കുറച്ചുപേരെ ബന്ദിയാക്കുകയും ഹമാസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോ യുദ്ധം ഒരു ഒത്തുതീർപ്പായ ഘട്ടത്തിൽ ഉം. സത്യം പറഞ്ഞ ഇസ്രായേലിന് ഹമാസിനെ ഒരു തിരിച്ചടിക്ക് സാധിക്കുക, അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് സാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് വിജയം? അതെ, സത്യത്തില് കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 7 ഹമാസിന്റെ ഭീകരമായ ഒരു ആക്രമണം, ആ ആക്രമണത്തിൽ ഇസ്രായേല് നിശേഷം പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ആ അടിയിൽ ഇസ്രായേലും ലോകവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടുങ്ങിപ്പോയി. ഹമാസിന്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞു. അവിടുന്ന് ഒരു ആഴ്ചകളോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോക മാധ്യമങ്ങളുടെ മുഴുവനും കേരളത്തിലെ പല മാധ്യമങ്ങളുടെ മുന്നിലുള്ള ചർച്ച ഇസ്രായേൽ എന്ത് ചെയ്യും, ഇസ്രായേലിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് ഹിസ്ബുള്ള, ഒരു സൈഡിൽ നിന്ന് ഹൂതികൾ, പിന്നെ ഇറാന്റെ പിന്തുണ, ഇതെല്ലാം ഹമാസിന് കിട്ടിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഇസ്രായേലിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം ഗസയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയാൽ ഗസയിൽ മുഴുവനും ഭൂഗർഭ അറകള്, ഗുഹകള്, ഒരു ഗറില്ല മോഡൽ യുദ്ധം ചെയ്യും. ഈ ഇസ്രായേലിൽ നിന്ന് ബന്ദികളായ ആളുകളെ മോചിപ്പിക്കാൻ സൈന്യം ഗസയിലേക്ക് കയറി കഴിഞ്ഞാൽ ഗറില്ല യുദ്ധത്തിലെ ഇസ്രായേൽ സൈന്യത്തിന് മുഴുവനും കുടുക്കി ഫുള്ളായിട്ട് എല്ലാ മേഖലയിൽ നിന്നും ഇസ്രായേലിനെ വളഞ്ഞ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തണം എന്നൊരു രീതിയിലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിന്റെ നീക്കങ്ങൾ. അപ്പം നമ്മുടെ പല മാധ്യമങ്ങളും ഇസ്രായേലിൽ പെട്ടു, ലോകം മുഴുവൻ ഇങ്ങനെ തരിച്ചിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇസ്രായേൽ രണ്ടടി ചുവട് വെച്ച് പിന്നെ മുന്നോട്ട് കയറി വന്നു തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഗസ അവര് സ്റ്റെപ്പായിട്ട് പിടിച്ചെടുത്തു എന്ന് പറയാം. പൂർണ്ണമായിട്ട് ഒരു അവിടെയുള്ള ഒരു 90% ബിൽഡിങ്ങുകളും തകർന്ന് തരിപ്പണമായിരുന്നു. ഒരു 40,000-ന് മുകളിൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. 1,00,000-ലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. ഹോസ്പിറ്റലുകള്, കരണ്ട്, വെള്ളം, ഭക്ഷണം ഒന്നും ഇല്ലാണ്ടായി. എല്ലാവരും ടെന്റില് താമസിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ആദ്യത്തെ അറ്റാക്കിലുള്ള നാശനഷ്ടം കഴിച്ചാൽ ബാക്കി ഇസ്രായേലിന് കാര്യമായിട്ട് നഷ്ടങ്ങളില്ല. മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങൾ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗസയിൽ അങ്ങനെയല്ല. ഗസ പൂർണ്ണമായിട്ട് നാമാവശേഷമായ അവസ്ഥയാണ്. മാത്രമല്ല ഇസ്രായേൽ ഗസയെ കീഴ്പ്പെടുത്തി അവരുടെ കൺട്രോളിൽ ആവുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ ഒരു ജയം ഹമാസിന് കിട്ടിയെങ്കിലും അന്തിമമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഹമാസ് പൂർണ്ണമായിട്ട് ഇല്ലാത്ത അവസ്ഥയിലായി മാറിപ്പോയി. പിന്നെ ഹമാസിന്റെ കൂട്ടാളികളായിട്ട് നിന്നിരുന്ന മുഴുവൻ ആളുകളും നശിച്ചു. കാരണം ഹിസ്ബുള്ളയും ഹൂതികളും ഇപ്പം നമ്മൾ സിറിയയിൽ പോലും ഭരണം പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇറാന് പോലും എന്താ പറയുക നിശബ്ദമായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഈ പാലസ്തീനെ പിന്തുണച്ച് നിന്നിരുന്ന പല ഇസ്ലാമിക ലോക രാജ്യങ്ങളും സത്യത്തിൽ ഈ പരസ്യമായിട്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലവിലേക്ക് വരുന്നില്ല. മാത്രമല്ല രഹസ്യമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലാണ് വന്നുപെട്ടുള്ളത്. സത്യത്തിൽ ഹമാസിന് ആണ് നഷ്ടം വന്നിട്ടുള്ളത്, അവിടെയുള്ള ജനങ്ങൾക്കാണ് നഷ്ടം വന്നിട്ടുള്ളത്. ഹമാസിന് വന്നിട്ടുള്ള നഷ്ടം അതിഭീകരമാണ്. ഇസ്രായേലിന് ആ ഒക്ടോബർ 7 ആ 1-2 ദിവസം വന്ന നഷ്ടം കഴിച്ചാൽ ബാക്കി മുഴുവൻ നഷ്ടം വന്നിട്ടുള്ളത് ഹമാസിനാണ്. ഇസ്രായേലിന് ശരിക്കും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്കോ കാര്യമായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇതിൽ ലാഭം കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെയുള്ള ഈ ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഹമാസിന്റെ ഈ സൈനിക സെറ്റപ്പും കാര്യങ്ങളും ഇസ്രായേൽ ശ്രദ്ധിക്കുമായിരുന്നില്ല. കാരണം ലോകം സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ആക്രമണം നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രഹസ്യമായി ഈ പറഞ്ഞ പോലെ ഹിസ്ബുള്ളയും ഇറാനും ഈ ഹമാസും എല്ലാം കൂടി ഇസ്രായേലിനെ ഒരു പക്ഷേ ഇത് ഒരു ശക്തമായ ആക്രമണം ഇസ്രായേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെടുമായിരുന്നു. പക്ഷേ ഹമാസിന്റെ ഈ ആക്രമണം കൊണ്ട് ഇസ്രായേലിന് ഈ ഹമാസിന്റെ നട്ടലൊടിക്കാനും ഹിസ്ബുള്ളയെയും ഹൂതിയെയും ഇറാനെയും നിലക്കി നിർത്താനും സാധിച്ചു. മാത്രമല്ല സിറിയയിൽ ഇസ്രായേലിന്
എതിരുള്ള ഒരു ഭരണത്തിന് പകരം ഇസ്രായേലിന് ഭീഷണിയില്ലാത്തൊരു ഭരണം അവിടെ വരാനുള്ള സാഹചര്യം വന്നു. അതിൽ യുദ്ധം കൊണ്ട് ഹമാസിനാണ് നഷ്ടം വന്നിട്ടുള്ളത്. അതുമാത്രമല്ല പാലസ്തീനാണ് നഷ്ടം വന്നിട്ടുള്ളത്. ഇസ്രായേലിന് വന്നിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദികൾ, ഇവരുടെ കയ്യിൽ കുറച്ച് ബന്ദികൾ ഉണ്ടെന്നുള്ളതാണ്. ആ ബന്ദികളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഏത് യുദ്ധവും നഷ്ടം തന്നെയാണ്. ലോക സമാധാനത്തിന് എല്ലാ യുദ്ധങ്ങളും ഭീഷണിയാണ്. യുദ്ധം ഒരിക്കലും ആർക്കും ഒരു ലാഭം ഉണ്ടാകും. ഏത് യുദ്ധവും നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് ഇസ്രായേലിന് നഷ്ടമാണ്, ലോകത്തിന് നഷ്ടമാണ്, മൊത്തം നഷ്ടമാണ്. എന്നാൽ യുദ്ധം ഏതെങ്കിലും വിധത്തിൽ ഒത്തുതീർപ്പായി വരികയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഈ ഹമാസിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തന രീതി വെച്ച് അവർ ഇസ്രായേലിനെ എന്താ പറയുക, ഈ ഭൂമിയിൽ നിന്ന് തന്നെ മുച്ചൂട് ഒഴിവാക്കും എന്ന തരത്തിലേക്കുള്ള നീക്കം നടത്തുകയാണെങ്കിൽ ഈ യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിച്ചാലും ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അതിന് ലോകത്തിലുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും പൂർണ്ണമായി തീവ്രവാദ സംഘടനകളെ തള്ളിപ്പറഞ്ഞ് അവരെ നിശേഷം ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവുകയും സ്ഥിരമായി ആ മേഖല യുദ്ധമുക്ത മേഖലയായിട്ട് മാറും. അതിന് മുൻകൈ എടുക്കേണ്ടത് ഇസ്രായേലും സൗദി പോലെയുള്ള രാജ്യങ്ങളും തന്നെ രംഗത്ത് വരണം. കാരണം ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമാണ് ആ ഭാഗത്ത് ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട്, ഇസ്രായേലിനെ ഭൂമുഖത്ത് തുടച്ചു നീക്കിക്കൊണ്ട് അവിടെ സമാധാനം ഉണ്ടാവാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതെന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇസ്രായേൽ അവിടെ നിലനിൽക്കണം, പാലസ്തീൻ അവിടെ നിലനിൽക്കണം, എല്ലാവർക്കും സമാധാനം ഉണ്ടാവണം. അതിനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അത് ഇസ്രായേൽ ഇല്ലാതെ ഞങ്ങൾക്ക് മാത്രം എന്ന തരത്തിലേക്ക് അവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ സമാധാന ശ്രമം എല്ലാ കാലഘട്ടത്തിലും അവിടെ സമാധാനം ശാന്തിയായിട്ട് പോകാനുള്ളൊരു അവസരം ഒരുക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ നിർത്തും. എന്തെങ്കിലും പറയാനാണെങ്കിൽ പറഞ്ഞു.